ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് ശാലിനി എത്തുന്നുണ്ട്. അന്നേരം കത്തിയ ഹോട്ടലൊക്കെ നോക്കിയിട്ട് ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അന്നേരം എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞേച്ചി ഇത്രയും നേരം എവിടെയായിരുന്നു, ഞാൻ എത്ര തവണ വിളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മയെ അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും ശാലിനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാൻ IASൻ്റെ മെയിൻ എക്സാം എഴുതാനായിട്ട് പോയതാണ്, ഫോൺ വിഷ്ണുവേട്ടൻ്റെ കയ്യിലായിരുന്നു, അതിനിടെ പോലീസിനെ വെട്ടിച്ചാണ് എക്സാമിന് കൊണ്ടുപോയത്, അതുകൊണ്ട് വീട്ടിലേക്ക് തനിയെ പോകാനൊരു പേടി, എക്സാം കഴിയുമ്പോൾ വിഷ്ണുവേട്ടൻ അവിടെ കാണുമെന്നാണ് പറഞ്ഞത്, എന്നിട്ട് ആളിൻ്റെ പൊടി പോലും ഇല്ല, അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് ഞാനിങ്ങ് വന്നു, അമ്മ എവിടെയെന്നൊക്കെ അകത്തൊക്കെ നോക്കി ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഹോട്ടലിൽ കത്തിച്ച കേസിൽ അമ്മയെ 1-ാം പ്രതിയാക്കി വലിയ കേസ് കൊടുത്തിരിക്കുകയാണ്, എന്നിട്ട് അമ്മയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങ് കരയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഹോട്ടലിൽ കത്തിച്ച കേസിൽ ഞാനും പ്രതിയല്ലേ, പക്ഷെ അമ്മയെ വെച്ചൊരു കളി, ഇത് ഞാൻ എന്തായാലും അംഗീകരിക്കില്ല, എന്നിട്ട് വലിയേച്ചി എവിടെയും ചോദിക്കുകയാണ്. അന്നേരം അകത്തുണ്ടോ എന്ന് പറയുമ്പോൾ ശാലിനി ദേഷ്യത്തോടെ അങ്ങ് അകത്തേക്ക് ശാരികയെ കാണാനായിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഇത് ഞാൻ വെറുതെ വിടില്ല, അമ്മയെ പ്രതിയാക്കി അമ്മയെ പോലീസ് സ്റ്റേഷൻ കയറ്റിയ ചേച്ചിയെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് നീ മിണ്ടരുത് എന്നും പറഞ്ഞ് ശ്യാമയ്ക്ക് താക്കീതൊക്കെ കൊടുത്തിട്ട് ദേഷ്യത്തോടു കൂടി ശാലിനി അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം ബാലചന്ദ്രൻ ഫോൺ ചെയ്ത് ശാരദാമ്മയെ വിട്ട കാര്യം പറയുന്നുണ്ട്. അന്നേരം വിട്ടെന്നോ, തീ വെച്ച കേസിൽ കേസ് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ജാമ്യം പോലും കിട്ടില്ല എന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ശാരിക അങ്ങ് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അത് മിനിസ്റ്ററൊക്കെ ഇടപെട്ട കേസാണ്, അവർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവരൊന്നും നോക്കാറില്ല, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരെ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ കേസ് കുത്തിപ്പൊക്കാനൊക്കെ ഞാൻ വിചാരിച്ച സാധിക്കും, പക്ഷേ ഈ കേസിനോടുള്ള സമീപനം എനിക്കങ്ങ് ഇത് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി പുതിയതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ ബാലേട്ട അങ്ങനെ പറയുന്നത് എന്ന് ശാരിക ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും പണമൊക്കെ ചിലവാക്കിയിട്ടും ഞാൻ എൻ്റെ ആവശ്യം തുറന്നു പറഞ്ഞല്ലോ, എന്നിട്ടും ശാരികയ്ക്ക് ഇങ്ങോട്ടൊരു തണുപ്പൻ സമീപനം മാത്രമാണ്. പണം ബാലേന്ദ്രനൊരു പ്രശ്നമില്ല, പക്ഷേ അത് കടലിൽ എറിയാനായിട്ട് എൻ്റെ കയ്യിലില്ല, ഇനി തീ വെച്ചവൻ്റെയോ കാല് പൊള്ളിയവൻ്റെയോ ഒക്കെ കേസുണ്ടെങ്കിൽ ഒറ്റയ്ക്കങ്ങ് ഏറ്റവും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ബാലേന്ദ്രൻ അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ശാരിക എന്നും പറഞ്ഞ് ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ശാലിനിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് വരുന്നത്. തുടർന്ന് അങ്ങനെ നിൽക്കുന്ന ശാലിനിയെ കാണുമ്പോൾ ശാരിക ചെറുതായിട്ടൊന്ന് ഭയപ്പെടുന്നുണ്ട്. എന്നിട്ടങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ കൈവച്ച് തടയുകയാണ്. ശാരികേച്ചി ഇത്ര വലിയ നടിയാണെന്ന് ഞാൻ മനസ്സിലാക്കില്ലെന്ന് പറയുമ്പോൾ എന്താടിയും ചോദിക്കുകയാണ്. അന്നേരം ഹോട്ടലിന് തീ വെച്ച് ആരാടിയും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് നീയല്ലേ തീ വെച്ചതെന്നും പറഞ്ഞൊരു ശാരികയാണെങ്കിൽ ഭ്രാന്തിയെ പോലെയാണ് സംസാരിക്കുന്നത്. അന്നേരം തീ വെച്ചത് ആരാണെന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാം, ആ ഫോൺ ഇങ്ങ് തന്നേന്ന് പറയുകയാണ്. അന്നേരം തരില്ല എന്ന് പറയുമ്പോൾ അത് പിടിച്ചു വാങ്ങാനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട്. അന്നേരം ശാരിക അങ്ങ് പിറകിലേക്ക് ഒളിപ്പിക്കുകയാണ്. അന്നേരം ഫോൺ എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടത്തുകയാണ്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയും കൊണ്ട് അവിടെ കുടുംബശ്രീയിൽ വരുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് ഓടി ചെല്ലുമ്പോൾ വിഷ്ണുവേട്ടൻ എന്നിങ്ങനെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശാരികയുടെ മുഖഭാവവും അഭിനയവും ഒക്കെ അങ്ങ് മാറുകയാണ്. പെട്ടെന്ന് വിഷ്ണു അവിടെ എത്തി എന്നുള്ള ഒരു തീരുമാനം എത്തുമ്പോൾ താനാണ് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാകുമ്പോൾ ശാരികയാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെന്ന് തൻ്റെ തല ആ കട്ടളപ്പടിയിൽ, വാതിലിൻ്റെ കട്ടളപ്പടിയിൽ ബലമായിട്ട് ഇടിക്കുകയാണ്. അന്നേരം 2-3 തവണ ഇടിക്കുന്നുണ്ട്. അന്നേരം രക്തമൊക്കെ വരികയാണ്. അന്നേരം ചേച്ചി എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് ശാലിനി ഓടിച്ചെന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ ബഹളം അവിടെ വെളിയിൽ കേൾക്കുന്നുണ്ട്. അന്നേരം എന്താണെന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുകയാണ്. അകത്ത് വന്ന് അവർ കാണുന്ന കാഴ്ചയാണെന്ന് വെച്ചാൽ ശാരിക ഇങ്ങനെ കട്ടളപ്പടിയിലേക്ക് തല വയ്ക്കുമ്പോൾ ശാലിനി പിടിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ശാലിനി ആ കട്ടളപ്പടിയിൽ ഇടിച്ചു എന്നതായിട്ടാണ് ആ ഒരു കാഴ്ച അവരവിടെ കാണുന്നത്. പെട്ടെന്ന് ശാരികയാണെങ്കിൽ അങ്ങ് അഭിനയിക്കാൻ തുടങ്ങിയാണ്. അമ്മ ഇവളെന്നെ കൊല്ലാൻ നോക്കുന്നു, എൻ്റെ വിഷ്ണുവേട്ടനെ അമ്മയെ ലോക്കപ്പിൽ കയറ്റില്ലെന്നും പറഞ്ഞ് ഇവളെൻ്റെ തല കട്ടളപ്പടിയിലേക്ക് ഇടിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് തകർത്ത് അഭിനയിക്കുന്നു. അന്നേരം ശാലിനി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. വലിയേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ശാലിനി അങ്ങ് കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും അങ്ങ് അഭിനയിച്ച് തകർത്തുകയാണ് ശാരിക. എന്നിട്ട് കൂടെ ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരെയും മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ആ ശാരികയുടെ അഭിനയത്തെ അങ്ങ് വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് ശ്യാമയും ചോദിക്കുന്നുണ്ട്, കുഞ്ഞേച്ചി എന്തായി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശ്യാമേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ കരഞ്ഞു പറയുമ്പോൾ ആരും അത് വിശ്വസിക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് കൈ ചുരുട്ടി പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയും ചോദിക്കുന്നുണ്ട്, നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, ഞാൻ ചെയ്തിട്ടില്ല എന്നങ്ങ് ശാലിനി പറയുമ്പോൾ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശാലിനി. അന്നേരം പിന്നെ ശാരിക പറയുകയാണ്, ഇവളെന്നെ കൊല്ലാൻ നോക്കിയത്, എന്നെ 2-3 പ്രാവശ്യം തല ഇടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ചോരയൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയും തലവേദന അഭിനയിക്കുകയും ഒക്കെ ശാരിക ചെയ്യുന്നുണ്ട്. തുടർന്ന്
വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഞാൻ ചെയ്തിട്ടില്ല, വിഷ്ണുവേട്ടനെങ്കിലും വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ആകെ കലികേറിയ വിഷ്ണു ശാലിനിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. ആ അടിയിൽ ശാലിനിക്ക് അങ്ങ് ഷോക്കാവുന്നുണ്ട്. താൻ തെറ്റുകാരിയാണെന്ന് അവിടെ വിഷ്ണുവും വിശ്വസിച്ചതിൽ ശാലിനി ഷോക്കായി നിൽക്കുകയാണ്. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കാര്യം നോക്കി ജീവിക്കണം, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ സകല നിയന്ത്രണവും ശാലിനിക്ക് തെറ്റുകയാണ്. ഒരക്ഷരം ശാലിനി അവിടെ മിണ്ടുന്നില്ല. ആ അടി കൊണ്ട കവിളത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് ആ നിമിഷം ശാലിനി ഇറങ്ങുകയാണ്. അന്നേരം മനസ്സിലങ്ങ് ചിരിക്കുകയാണ്, എല്ലാവരെയും നോക്കി മനസ്സിൽ ചിരിക്കുകയാണ് ശാരിക. അവിടെ തൻ്റെ അഭിനയം എല്ലാവരും വിജയിച്ചു എന്നുള്ള രീതിയിൽ അങ്ങ് വിജയിച്ച സന്തോഷത്തിൽ ശാരിക നിൽക്കുന്നുണ്ട്. തുടർന്ന് അവിടെ അകത്ത് വിഷ്ണുവും ശാരദാമ്മയും ശാരികയും ശ്യാമയുമാണ്. തുടർന്ന് ശാരദാമ്മ എന്തൊക്കെയോ പറയാൻ വരുമ്പോൾ വിഷ്ണു അങ്ങ് ദേഷ്യത്തോടെ ഇങ്ങനെ കൈ ഉയർത്തി തടുകയാണ്. ശാരദാമ്മ ഇപ്പോഴൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ശാരികയെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ദേഷ്യത്തോടു കൂടി ഒരൊറ്റ നോട്ടം ശാരികയെ നോക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന് ശാരികയുടെ അഭിനയമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കണം. ശാലിനിയെ വെറുതെ അടിച്ചതാവാനാണ് അവിടെ സാധ്യത. പക്ഷെ അന്നേരവും വേദനയൊക്കെ അഭിനയിക്കുകയാണ് ശാരിക അവിടെ നിന്ന്. പക്ഷേ വിഷ്ണുവിൻ്റെ നോട്ടത്തിൽ നിന്നും വിഷ്ണുവിന് സത്യം മനസ്സിലായി എന്ന് വേണം അവിടെ കരുതാനായിട്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് ഇറങ്ങുകയാണ്. വിഷ്ണു മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് ശാലിനിയെ കാണുന്നില്ല. ആ കത്തി നിൽക്കുന്ന ഹൃദയശ്രീ ഹോട്ടലിൽ കുറേ നോക്കിയ ശേഷം വിഷ്ണു ചുറ്റുമൊക്കെ ശാലിനി നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. തുടർന്ന് വിഷ്ണു വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. ഇതേ സമയം അകത്ത് മോളെ മോക്ക് വല്ലതും പറ്റിയോ എന്നും പറഞ്ഞ് ശാരദാമ്മ ചെല്ലുകയാണ്. അന്നേരം ശാരികയുടെ തനി സ്വഭാവം പുറത്തു വരികയാണ്. പൊയ്ക്കോളണം അവിടെ നിന്ന്, എന്നെ വെറുതെ വിട്ടില്ലെങ്കിൽ ഇതേ ഞാൻ തന്നെ എൻ്റെ ഈ തല ഈ വാതിൽക്ക് ഞാൻ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ കിടന്ന് ചാവും, എന്താ കാണണമെന്നും പറഞ്ഞ് വീണ്ടും തലയിടിക്കാനായിട്ട് പോവുകയാണ്. ഒരു തവണ ഇടിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പെട്ടെന്ന് മാറ്റിയിട്ട് വേണ്ട എനിക്കൊന്നും കാണണ്ട, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്താ ശ്യാമ ഇതൊക്കെയെന്ന് പറഞ്ഞ് കൈമലർത്തി നോക്കിയിട്ട് ശാരദാമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ് മുറ്റത്തേക്ക്. കൂടെ ശ്യാമയും ഇറങ്ങുന്നുണ്ട്. അന്നേരം ആകെ സന്തോഷത്തിൽ ശാരിക നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ മുറ്റത്ത് വരുമ്പോഴേക്കും വിഷ്ണു പോയി കഴിഞ്ഞിരുന്നോ. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ റോഡ് സൈഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ്. ശാലിനി അവിടെ ഉണ്ടോ എന്ന് നോക്കി പോവുകയാണ്. തുടർന്ന് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ശാലിനിയെ കാണുന്നുണ്ട്. തുടർന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് നിർത്തുമ്പോൾ ശാലിനി റോഡിൽ നിൽക്കുന്നുണ്ട്. തുടർന്ന് ഫ്രണ്ടിലെ ഡോർ തുറന്നിട്ട് കയറെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കരയുകയാണ്. വീണ്ടും ഒന്നുകൂടി കയറെന്ന് പറയുമ്പോഴും ശാലിനി കയറുന്നില്ല. അന്നേരം കയറടോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി വണ്ടിയിലേക്ക് കയറുകയാണ്. തുടർന്ന് വണ്ടി എടുക്കുന്നുണ്ട്. തുടർന്ന് ഫ്രണ്ട് സീറ്റിലിരുന്ന് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം വിഷ്ണുവിനങ്ങ് സങ്കടം തോന്നുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം വേണ്ടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നെയും വിഷ്ണു പതിയെ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് സോറി ഇടോ എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് പൊട്ടിക്കരഞ്ഞ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് അങ്ങ് വീഴുകയാണ്. കുറേ നേരം അങ്ങനെ ഇരുന്ന് ശാലിനി കരയുന്നുണ്ട്. അത്രയുമേ അത് കാണിക്കുന്നുള്ളൂ. ഇതേസമയം രാഘവൻ നായരുടെ വീട്ടിൽ രാഘവൻ നായർ ഹാളിൽ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഫാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഫാമ നീ അതേക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ, പിന്നെ അവൻ അപ്പോഴും എന്താ പറഞ്ഞത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലല്ലോ, നീ എന്താ ചോദിച്ചത്, വീട്ടിലേക്ക് വരുന്നുണ്ടോന്ന്. അങ്ങനെയല്ലേ ചോദിച്ചത്, നമ്മൾ പരിചയക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വഴിയിൽ വെച്ച് കാണുമ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ, അത് സ്ഥിരതാമസത്തിലാണോ വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവനങ്ങോട്ട് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം രാഘവൻ നായർ പറഞ്ഞുണ്ട്, കൈക്കുഞ്ഞിനെയും കൊണ്ട് നീ ഇറക്കി വിട്ടതൊക്കെ മറന്നുപോയോ, ശാലിനിയെയും വിഷ്ണുവിനെയും കൂടി ഇറക്കി വിട്ടത്, അന്ന് ജീപ്പിൻ്റെ താക്കോല് വരെ നീ വാങ്ങിച്ചു, സ്വർണ്ണമാല വരെ ഊരി വാങ്ങിച്ചു, അതൊന്നും മറക്കാനായിട്ട്, പിന്നെ ഉണ്ടായ സംഭവങ്ങളൊന്നും മറക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മൗനം പോലും ചിലപ്പോൾ വാചാലമാവും, വരികൾക്കിടയിലും വായിക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഫാമയ്ക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്നും രാഘവൻ നായർ ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിഷ്ണുവും ശാലിനിയും കൂടി ഈ വീട്ടിലേക്ക് വരണം, താമസിക്കണമെന്ന് നിനക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ എന്ന്. അന്നേരം ഫാമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ചങ്ക് പിളർന്ന് കാണിക്കാനായിട്ട്, മനസ്സിലുള്ളത് ചങ്ക് പിളർന്ന് കാണിക്കാനായിട്ട് ഞാൻ ഹനുമാനൊന്നും അല്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞിട്ട് ഫാമ അങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് മനസ്സിലാകുന്നുണ്ട് വിഷ്ണുവും ശാലിനിയും വീട്ടിലേക്ക് വരണം എന്ന് തന്നെയാണ് അവിടെ സത്യഭാമയുടെ ആഗ്രഹമെന്ന്. തുടർന്ന് ആ രാത്രി തന്നെ രാഘവൻ നായർ അർജുനെയും കൂട്ടി വിഷ്ണുവിൻ്റെ ശാലിനിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. തുടർന്ന് അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, നിന്റെ തീരുമാനം അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ രാത്രി തന്നെ അർജുനെയും കൂട്ടി വന്നത്. തീരുമാനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ ശാലിനി അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇത് പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ലല്ലോ എന്ന്. അന്നേരം നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, ഇതിൽ കൂടുതലൊന്നും നിന്റെ അമ്മയ്ക്ക് താഴാനായിട്ട് കഴിയില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോൾ പഴയ സത്യാമ്മയല്ല ഇപ്പോഴത്തെ സത്യാമ്മ, ഒരുപാട് മാറി
മാറിക്കഴിഞ്ഞു, ആത്മാർത്ഥമായിട്ട് വിഷ്ണു വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ അർജുനും പറയുകയാണ്. തുടർന്ന് ഒരഭിപ്രായം പറയാൻ ശാലിനി നിൽക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത്, ഇയാളെല്ലാം ഇറക്കി വിട്ടത്, അപ്പം ഞാനും കൂടി ഇറങ്ങിയതല്ലേ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ അങ്ങ് ചിരിക്കുകയാണ്. രാഘവൻ നായർ പറയുന്നുണ്ട്, അതല്ലേ ഇപ്പോൾ രസം, ഭാമ പറയുന്നത് ശാലിനിക്ക് വീട്ടിലേക്ക് വരാൻ 100 വട്ടം സമ്മതമാണ്, നീയാണ് സമ്മതിക്കാത്തതെന്നാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനി നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഒന്നും മിണ്ടുന്നില്ല. ശാലിനിക്ക് സമ്മതം തന്നെയാണ് പോകുന്നത്. തുടർന്നും രാഘവൻ നായർ പറയുന്നുണ്ട്, അമ്മയല്ലേ, അവൾക്ക് മനസ്സിലാവും, അവർ തമ്മിൽ ഒരുപാട് പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ അത്ര കാര്യമാക്കാൻ എടുക്കാനില്ല, ഒരമ്മയുടെ മനസ്സ് അവൾക്ക് മനസ്സിലാകും, ബന്ധങ്ങളല്ലേടാ വേണ്ടത്, ജീവിതത്തെക്കാൾ കൂടുതൽ ബന്ധങ്ങളല്ലേ വേണ്ടത്, അമ്മയെ നിനക്ക് മനസ്സിലാകില്ലേ എന്നൊക്കെ ഒരുപാട് രാഘവൻ നായർ താഴ്ന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുകയാണ്. ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, രണ്ടുപേരും ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. അന്നേരവും രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിപ്പോൾ നീ പറഞ്ഞില്ലെങ്കിലും അത്രയേ ഉള്ളൂ അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ശാലിനി നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് അവിടെ അർജുനും രാഘവൻ നായർക്ക് സന്തോഷമാവുകയാണ്. വിഷ്ണു വീട്ടിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവർ. തുടർന്ന് വിഷ്ണു അങ്ങ് അകത്തേക്ക് പോയി ആ ഒരു ഇരുട്ട് മുറിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം രാഘവൻ നായർ ശാലിനിയോട് പറയുന്നുണ്ട്, മോളെ ഇനി മോള് വിചാരിച്ചാലേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാഘവൻ നായർ കൈ നീട്ടുകയാണ്. അതായത് വാക്ക് തരണം എന്നുള്ള ഉദ്ദേശത്തിൽ, വിഷ്ണുവിനെ കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തിൽ. ഒരുപാട് നേരം ശാലിനി ആലോചിച്ച ശേഷം രാഘവൻ നായരുടെ കയ്യിലേക്ക് ശാലിനിയും തൻ്റെ കൈ വയ്ക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരാം അച്ഛാ വിഷ്ണുവേട്ടനെ, എങ്ങനെയും കൊണ്ടുവരാം, ഇത് ശാലിനിയുടെ വാക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ അർജുനും രാഘവൻ നായർക്കും സന്തോഷമാവുകയാണ്. ഇനി അത്രയേ ഉള്ളൂ ഈ എപ്പിസോഡ്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും അവർ തിരികെ വീട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഏറെക്കുറെ കഥ ആയി കഴിഞ്ഞു. ഇനി സുസ്മിതയുടെ ബാക്കി ജയിൽവാസവും കേസും ഒക്കെയാണ്. ഓക്കെ, താങ്ക് യു.